മഴയിൽ വെള്ളക്കെട്ട് ദുരിതവുമായി കോഴിക്കോട് ബീച്ച് ഫുഡ് സ്ട്രീറ്റ്. റോഡിൽ ഡ്രൈനേജ് നിർമ്മിക്കാത്തതിനാൽ റോഡ് പുഴയാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിലേക്ക് എത്തുന്ന സന്ദർശകരെയും കച്ചവടക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തീരദേശ ഭക്ഷണ കേന്ദ്രമായി മാറിയ കോഴിക്കോട് ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചയാണിത്. കഴിഞ്ഞ വേനൽമഴ പെയ്തപ്പോൾ കടലിനും റോഡിലെ പുഴയ്ക്കുമിടയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു ബീച്ചിലെത്തിയവരും കച്ചവടക്കാരും. ഫുഡ് സ്ട്രീറ്റിനായി ഇരിപ്പിടമൊരുക്കി ഇന്റർലോക്ക് പാകി സെറ്റാക്കിയപ്പോൾ മഴക്കാലത്ത് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ഒരു ഡ്രെയിനേജ് നിർമ്മിക്കാൻ വേണ്ടപ്പെട്ടവർ മറന്നു. ഇതോടെ ഈ മേഖലയിൽ മുട്ടോളം വെള്ളമുയർന്നു. വേനൽമഴ പെയ്തപ്പോഴാണ് അധികൃതർക്ക് പോലും അബദ്ധം മനസ്സിലായത്. PWD ഉൾപ്പെടെ അനാസ്ഥയ്ക്ക് കാരണക്കാരാണെന്ന് സ്ഥലം കൗൺസിലർ സഫ്രി വെള്ളയിൽ കുറ്റപ്പെടുത്തി. PWD റോഡ് ഉണ്ടാക്കുമ്പോൾ ഡ്രെയിനേജിനെ കുറിച്ച് ആലോചിച്ചില്ല. ഇവർ വെൻഡിങ് സ്ട്രീറ്റ് ഉണ്ടാക്കുമ്പോഴും അതിനെക്കുറിച്ചില്ല. കടപ്പുറമല്ല വെള്ളം എങ്ങനെയെങ്കിലും പോയിക്കോളുന്നുള്ളതാണ്. അത്ര വികലമാണ് നമ്മളൊക്കെ കാഴ്ചപ്പാടെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് വണ്ടികൾ വന്ന് പാർക്ക് ചെയ്യുമ്പം അവിടെ ഫുട്പാത്തിൽ അവിടെ ഇരിക്കാൻ സൗകര്യം ഇരിപ്പിട്ട് ഒരുക്കിക്കണല്ലോ, അവരെ മേലൊക്കെ തെറിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അനുവദിച്ച ഫണ്ടും കോഴിക്കോട് കോർപ്പറേഷൻ അനുവദിച്ച തുകയും വിനിയോഗിച്ചായിരുന്നു ഫുഡ് സ്ട്രീറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്നാൽ ഡ്രെയിനേജ് നിർമ്മിക്കാത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ എഞ്ചിനീയർമാർ തങ്ങളെ പരിഹസിക്കുകയായിരുന്നുവെന്ന് കച്ചവടക്കാർ പറയുന്നു. നിലവിൽ കെട്ടിനിൽക്കുന്ന വെള്ളം താഴാൻ ഇന്റർലോക്ക് പൊളിച്ച് കുഴിയാക്കിയിട്ടുണ്ട്. മഴ വീണ്ടും പെയ്യുമ്പോൾ ഇത് അപകടക്കെണിയാകുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ഏറ്റവും കൂടുതൽ എലിയുള്ള വല്യങ്ങാടി കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ബീച്ചാണ്. ഈ ബീച്ചിൽ ഈ എലിമാളത്തിലേക്കാണ് ഈ വെള്ളം കയറുന്നത്. എലി അതിനകത്ത് ചത്ത് കിടക്കുന്നത്. ഈ വെള്ളം ചാടിക്കിടന്നിട്ടാണ് എന്താക്കുന്നത്, ഈ മുഴുവൻ ആളുകൾ ബീച്ചിലേക്ക് വരുന്നത്. രണ്ടാമത്തെ അതിനേക്കാളും വലിയ ഭീകര പ്രശ്നം വെച്ചാൽ കടലിൽ കുളിച്ചിട്ടും കടലിൽ കളിച്ചിട്ടും ആളുകൾ നേരെ വന്നിട്ട് ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കാല് കഴുകിയിട്ടാണ് ഒരു പോകുന്നത്. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം വലിയ രോഗങ്ങൾ പിടിപെടാനുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാലവർഷം ഈ മാസം 26-നുള്ളിൽ തന്നെ എത്തും. അതിനു മുമ്പ് ഡ്രൈനേജ് നിർമ്മാണം നടക്കില്ലെന്നത് ഉറപ്പാണ്. ഇതോടെ ഈ മഴ കഴിയും വരെ റോഡിൽ ഈ വെള്ളക്കെട്ട് ദുരിതം തുടരും. ഇത് ഫുഡ് സ്ട്രീറ്റിലേക്കുള്ള ആളുകളുടെ വരവിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. അമൃത ന്യൂസ്, കോഴിക്കോട്.